ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗായത്രി ദേവി. നമ്മുടെ പ്രണയം ഓഡിയോ നോവലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവരും ലൈക്സും കമൻറ്റും ഷെയറും എല്ലാം നൽകി ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒത്തിരി പ്രതീക്ഷയോടെ നമ്മുടെ എപ്പിസോഡിലേക്ക് തുടങ്ങുകയായി. ശിവയാണേൽ ആദിത്യയെ കണ്ടതു മുതൽ ആകെ കിളി പോയതുപോലെയാ. ആദി വെറും വാക്കൊന്നും പറയാറേയില്ല. എങ്കിലും വെറുതെ ഒരു ആശ്വാസത്തിനായി അങ്കിളിന്റെ വീട്ടിൽ കയറിയ ഉടൻ തന്നെ അവൾ അമ്മയെ കോണ്ടാക്ട് ചെയ്തു. അതോടെ അമ്മ അവളുടെ എല്ലാ സന്തോഷത്തെയും തകർത്തു കളഞ്ഞു. നാളെ മുതൽ തന്നെ പോയി ഓഫീസിൽ ജോയിൻ ചെയ്തോളാൻ. ഇതിപ്പോ ആശ്വാസം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയുമില്ല, ഉള്ള സമാധാനം പോയോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പോവുകയും ചെയ്തു. ജോബ് കാര്യമൊക്കെ സത്യമായിരിക്കും എന്നറിയാം, എങ്കിലും ഇത്രയും പെട്ടെന്നൊരു ബോംബ് അതൊട്ടും അവൾ പ്രതീക്ഷിച്ചുമില്ല. ശിവ എങ്ങനെ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് കൊലുസിന്റെ ശബ്ദം കേൾക്കുന്നത്. വേറെ ആരാ? അരുന്ധതി, ചന്ദ്രൻ അങ്കിളിന്റെ മകൾ. അവളുടെ നടത്തവും ഭാവവും ഒക്കെ കണ്ടാൽ ഏതോ മഹാറാണിയാണെന്ന അത്രയും ട്രഡീഷണൽ ലുക്ക്. പിന്നെ ഈ ലുക്കൊക്കെ മാത്രമേ ഉള്ളൂ, സ്വഭാവമൊക്കെ അത്രയും അങ്ങ് കൊമ്പത്ത. ആൾ ബിസിനസ് മൈൻഡ്. അവൾക്ക് ലാഭമില്ലാത്ത ഒന്നും തന്നെ അവൾ ചെയ്യുവാറില്ല. ചന്ദ്രൻ അങ്കിളിന്റെ യാതൊരു നേർമയുള്ള സ്വഭാവവും ഇവൾക്ക് കിട്ടിയിട്ടില്ല. ഇവൾ മൃണാലിനി ആന്റിയുടെ തനി പകർപ്പാണ്. ആഡംബര ജീവിതമാണ് ആന്റിക്കും മകൾക്കും ഒരേ ഒരു ക്രൈസ്. എന്നാൽ അങ്കിളോ തനി നാടനും. പച്ചപ്പ്, ഹരിതാഭ, അങ്ങനെ ഒരു പാവം ഐറ്റം. അങ്കിളിന്റെ കണ്ണിൽ പൊടിയിടാനായി അമ്മയും മകളുമോ ഗംഭീര അഭിനയവുമാണ്. നാട്ടിൻ പ്രദേശത്തുള്ള ജീവിതമായതിനാൽ തന്നെ അങ്കിളിനെ സ്വപ്പെടുവാനായി അമ്മയും മകളും നാട്ടുകാരോടൊക്കെ ഗംഭീരമായി സ്നേഹമാണ് കാഴ്ചവെക്കുന്നത്. എങ്കിലും ഇടയ്ക്കൊക്കെ അവർക്കൊരു മാറ്റത്തിനായി, അല്ലെങ്കിൽ ഈ അഭിനയം കാഴ്ചവെക്കുന്നത് മറയ്ക്കുവാനായി അവർ ബോംബെയിലെ ഗസ്റ്റ് ഹൗസിലും പോകുവാറുണ്ട്. അവിടെയാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ കാണിക്കുന്നത്. അങ്കിളും അതിനൊന്നും യാതൊരു എതിർപ്പും പറയാറില്ല. ഇവരുമായി അഗാധ ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും അങ്കിൾ ഇത്രയും വർഷമായിട്ടും അറിയാതെ പോയത്. എന്നാൽ കഴിഞ്ഞ വർഷം ബിസിനസ് പ്രോജക്ട് ബേസിൽ മനുവും താനും കൂടി ഒരു ഓൾ ഇന്ത്യ ടൂർ ചെയ്തിരുന്നു. അതിലാണ് ഈ അരുന്ധതിയുടെ ഇങ്ങനെയൊരു ട്വിസ്റ്റ് കണ്ടുപിടിച്ചത്. ഞെട്ടി പണ്ടാരമടങ്ങി എന്ന് വേണം പറയാൻ. കുറച്ചേറെ പട്ടുസാരി, അതിനേക്കാളേറെ ആഭരണങ്ങൾ. ഇതാണ് രണ്ടിൻ്റെയും എപ്പോഴത്തെയും നോട്ടം. പിന്നെ എന്തിനും കുറെ കയ്യാളുകൾ. നോട്ടത്തിലും ഭാവത്തിലും ആഢ്യത്തിലും പ്രൗഢിയിലുമൊക്കെ അവർ മുന്നിൽ തന്നെ. പക്ഷേ ഇതൊക്കെയുണ്ടെങ്കിലും ആരെയും പെട്ടെന്ന് തങ്ങളുടെ വരുതിയിൽ വരുത്തുവാൻ വേണ്ട ഒരു പ്രത്യേക കഴിവ് അമ്മയ്ക്കും മകൾക്കുമുണ്ട്. എതിരെ നിൽക്കുന്നവന്റെ മനസ്സിൽ കാണുന്നത് അറിഞ്ഞാണ് അവർ പ്രവർത്തിക്കുന്നത്. ആർക്കും ഒരു സംശയവും കൊടുക്കാത്ത വിധത്തിൽ വാക്കുകളിൽ വളരെ ശ്രദ്ധയോടെ ദയ, കരുണ എന്നിവയെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവനെ തങ്ങളുടെ വരയിൽ വരുത്തുവാൻ രണ്ടുപേർക്കും പ്രത്യേക കഴിവ് തന്നെയാണ്. അതാണ് ശിവയ്ക്കുള്ളിൽ ഇല്ലാതെ പോയത്. ഉള്ളിൽ നന്മയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുവാൻ അവൾക്ക് അറിയില്ല. എവിടെയും തന്നിഷ്ടവും അഹങ്കാരവും ദേഷ്യവുമൊക്കെ ശിവയ്ക്ക് നിയന്ത്രണാതീതമായി പുറത്തേക്ക് വരാറുണ്ട്. അതാണല്ലോ ഇന്ദ്രൻ അവളെ വേണ്ടാന്ന് വയ്ക്കുവാൻ കാരണവും. ശരിക്കും കുറച്ചു നാളായി ശിവ ഇന്ദ്രനെ കുറിച്ച് അധികമൊന്നും ഓർക്കാതെ നടക്കുകയായിരുന്നു. മറന്നതുകൊണ്ടല്ല, അധികം വേദന സഹിക്കുവാൻ വയ്യാത്തതിനാൽ മറക്കുവാൻ വേണ്ടി മറ്റു പലതിലേക്കും എടുത്തു ചാടിയതുകൊണ്ടാണ്. ഇന്ദ്രൻ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ സംസാരം അവന് ഇഷ്ടമല്ലെന്ന്, വേഷം ഇഷ്ടമല്ലെന്ന്, ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ലെന്ന്. ശരിക്കും ഇതൊക്കെ മാറ്റാൻ അവൾ ശ്രമിച്ചു നോക്കിയിരുന്നു. എങ്കിൽ ചിലപ്പോൾ അവൻ തന്നെ അവളെ നോട്ട് ചെയ്തേനെ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ അതിലെന്താണ് സന്തോഷം കിട്ടുക? നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മളായി തന്നെ കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെയൊന്നും കഴിയുന്ന ആളല്ല എങ്കിൽ അവിടെ എത്രത്തോളം സത്യത്തെ നിലനിർത്താൻ കഴിയും? ആത്മാർത്ഥതയെ സൃഷ്ടിക്കാൻ കഴിയും? ഈ അഭിനയങ്ങൾ പാളിപ്പോകുന്ന നിമിഷം എല്ലാം തന്നെ അസ്തമിച്ചു പോകില്ലേ? അരുന്ധതിയെ കണ്ട നിമിഷം ശിവ അവളെക്കുറിച്ചുള്ള ചിന്തകളിൽ പെട്ടുപോയെങ്കിൽ അരുന്ധതി ശിവയെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു.
ഒപ്പം ഉള്ളിലൊളിപ്പിച്ച കൗശലമായൊരു ചിരിയോടെ ശിവയുടെ അരികിലേക്ക് മന്ദം മന്ദം നടന്നു ചെല്ലുകയും ചെയ്തു. ശിവ, മധുരമായ ശബ്ദത്തോടെ അരുന്ധതി അവളെ ഒന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. നല്ല നീളം തലമുടിയാണ് അരുന്ധതിക്ക്. അതിനാൽ അവ ഇങ്ങനെ ശിവയെ കെട്ടിപ്പിടിക്കുമ്പോൾ ശിവയുടെ ദേഹമാകെ ഇഴഞ്ഞും വീണും തലോടിയും പോകുന്നുമുണ്ട്. എന്താടി? ശിവയും വല്ലാത്തൊരു അനിഷ്ടത്തോടെ അരുന്ധതിയെ തള്ളി മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ നിസാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അരുന്ധതി ശിവയുടെ അരികിൽ തന്നെ ഇരിപ്പും ഉറപ്പിച്ചു. ഒപ്പം ശിവയെ ആപാവത്ത ചൂടം കണ്ണുകളാൽ ഒഴിയുന്നുമുണ്ട്. ആകെ ഒരു വിഷാദഭാവമാണ് ശിവയുടെ മുഖത്ത് അരുന്ധതിക്ക് അറിയുവാൻ കഴിഞ്ഞത്. അല്ലെങ്കിലും കുറച്ചേറെ നാളുകളായി ശിവയുടെ പിന്നാലെ ആയതിനാൽ തന്നെ അവളിൽ ഈ ഭാവത്തെ അവൾ മുന്നേ തന്നെ അറിഞ്ഞതുമാണ്. അരുന്ധതി തന്നെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത് കാൽക്കെ ആകെ അസ്വസ്ഥതയോടെ ശിവയും അവളെ ഒന്ന്. ശിവയുടെ ആ നോട്ടത്തെ ശ്രദ്ധിച്ച അരുന്ധതി അല്പം കടുപ്പത്തിൽ തന്നെ അവളോട് ക്വസ്റ്റ്യനായി ചോദിച്ചു. എന്താടി കൊല്ലുന്നൊരു നോട്ടം, ദക്ഷാന്റിയെ പോലെ? നീ ശരിക്കും അവരുടെ ഒരു ജൂനിയർ തന്നെ. നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ എന്താ ഒരു കടുപ്പം? ജൂനിയർ ദക്ഷാൻ. അത് കേൾക്കെ ശിവയൊന്ന് പുച്ഛത്തിൽ ചുണ്ടുകൂട്ടി. ഒപ്പം മറുപടിയായി പറഞ്ഞു, അതിനെന്താടി, നീ നിന്റെ അമ്മയെ പോലെ തന്നെയല്ലേ? മൃണാളിനി ആന്റി എങ്ങോട്ട് പോയെന്ന് നോക്കുക വേണ്ട. നടപ്പ്, ഭാവം, പ്രകൃത എല്ലാം അവരുടെ ഒരേ ഫോട്ടോസ്റ്റാറ്റ് പതിപ്പ് തന്നെ. ശിവയുടെ മറുപടി കേൾക്കെ അരുന്ധതി ഉടനെ തന്നെ തനിക്കുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. ഓഫ്, എന്താ ഒരു ഡയലോഗ്! എത്ര പെട്ടെന്നാ നിന്റെ കണ്ണിങ്ങായുള്ള ആൻസർ വന്നത്. ശരി, അതൊക്കെ പോട്ടെ. ഇവിടെ ഇരുന്നുള്ള ആലോചനകളൊക്കെ എന്താണ്? വല്ല കിളിയും പുതുതായി കൊത്തിയോ? ശിവയുടെ ചോദ്യം കേൾക്കിയ തന്നെ അരുന്ധതിയുടെ മുഖം ആകെ അങ്ങ് മാറി. ചെറിയ നാണം, ഒപ്പം ചെറു ചുവപ്പും ആ കവിളുകളിൽ അരിച്ചു വരുന്നുണ്ട്. ആ കണ്ണുകളിലാണെങ്കിൽ വല്ലാത്തൊരു കുറുമ്പും. അതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴാ അവളിൽ നിന്നും ആ മറുപടിയും വീണത്. സർപ്രൈസ്, ഒരാള് ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൂടെ കേൾക്കെ ശിവ വീണ്ടും ഞെട്ടി. എങ്കിലും ചോദിച്ചു, ആരു, പ്ലീസ്, അതാരാ? ഒന്ന് പറയടി. അരുന്ധതിയാണേൽ മുഖമാകെ പൊത്തി നാണത്തോടെ തന്നെ പറയുക, നോ, അതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത്. സമയം ആയിട്ടില്ല മൊത്തത്തിലൊന്നും പറഞ്ഞു തരാൻ. പിന്നെ നിന്റെ സമാധാനത്തിനായി പറയാം, ഒരു കിടിലൻ പീസാണ്. ഒറ്റ നോട്ടം നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ലെന്നേ. അമ്മാതിരി തലയെടുപ്പ, ഒത്തൊരു ആൺകുട്ടി. ആരുവിൻ്റെ കണ്ണിൽ നിറഞ്ഞ ആ തിളക്കം, ഒപ്പം വാക്കുകളിൽ നിറയുന്ന പൊതു ഉത്സാഹം. ഉള്ളു നീറുമ്പോഴും മുഖത്തായി ചിരി അണിഞ്ഞു ശിവ. ഇങ്ങനെയൊക്കെ അവളും ഒത്തിരി മോഹിച്ചിട്ടുണ്ട്. പക്ഷേ നായയെ പോലെ പുറംകാലിനാൽ പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായതെന്ന് മാത്രം. ഇനിയും അരുന്ധതിയുടെ അരികിലിരുന്നാൽ തൻ്റെ ഉള്ളു പിടയുന്നത് അവൾ തിരിച്ചറിയുമോ എന്നവൾ ഒരു വേള ഭയന്നുപോയി. അറിയില്ല, ആരും എത്രത്തോളം തുടുക്കുന്നുവോ അത്രയും തൻ്റെ ഉള്ളിൽ തീ പടർന്നു വരുന്നത് പോലെ അറിയാതെയൊരു ഭയം കൂടെ തോന്നുന്നു. എന്തിന് അറിയില്ല. അവൾ അവളുടെ പ്രേമമല്ലേ പറയുന്നത്, പക്ഷേ ഉള്ളിലായി എന്തോ നഷ്ടപ്പെടാൻ പോകുന്നത് പോലെ, ശ്വാസം പോലും കിട്ടാതെ പിടയുന്നത് പോലൊരു ഭാവം. ശിവ ആകിപ്പായിരുന്നു. ഉള്ളുകൊണ്ടൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ശിവദക്ഷിണ പോയിക്കൊണ്ടിരുന്ന ആ സമയം തന്നെയാണ് അവളുടെ മൊബൈൽ ഫോൺ റിങ്ങിങ് ചെയ്തത്. ആ റിംഗ് ടോണാണ് അവളെ എല്ലാത്തിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നത്. അരുന്ധതിയിൽ നിന്നും രക്ഷ നേടുവാനുള്ള അസുലഭ നിമിഷമായതിനെ അവൾ അത് കണ്ടു. ആരെന്ന് പോലും നോക്കാതെ പെട്ടെന്ന് ആ കോളിനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ചെവിയോട് ചേർത്തു. ഹായ് ബേബി. പ്രതീക്ഷിക്കാതെ എടുത്തതാണേലും കാതോരം കേട്ടത് നമ്മുടെ ചങ്കിൻ്റെ ശബ്ദം. 2 ദിവസമായി അവനെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. ഇതിപ്പോൾ എവിടെ നിന്നാണാവോ? എന്തായാലും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനൊരു വഴിയായി. മനു, യു ചീറ്റ് റാസ്കിൾ, നിന്നെ ഞാൻ കൊല്ലുമടാ പന്നി. ബീച്ച്, നിന്റെ കയ്യിലിരിപ്പിന് ഒരു അവസാനം ഞാൻ റെഡിയാക്കി തരുന്നു. ഫോൺ വിളിച്ച മനുജിത്തിനെ
തിരിച്ചൊരു വാക്ക് സംസാരിക്കുവാൻ ഇട കൊടുക്കാതെ അറജമറജം ചീത്ത വിളിക്കുന്ന ശിവദക്ഷിണ. ശിവയോട് എന്താ പറയേണ്ടതെന്ന് പോലും മനുജിത്ത് മറന്നുപോയി. പാവം, ഓർമ്മ കിട്ടുന്നില്ല. ഒന്നാമതേ ചെറിയൊരു കാര്യം മതി അവൾക്ക് വഴക്കടിക്കാൻ. ഇതിപ്പോ കാരണം കൂടെയുള്ളത് കൊണ്ട് ഒന്നും പറയുകയും വേണ്ട. എങ്കിലും തൊണ്ടയൊക്കെ ശരിയാക്കി ശിവയെ സോപ്പിടാനെന്ന പോലെ അവൻ പതിയെ പറഞ്ഞു, ശിവ, എൻ്റെ ചക്കര കുട്ടോ, ഒന്നടങ്ങടാ. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയടാ, അതാടി കോൾ ചെയ്യാത്തേ. പൊന്നല്ലേ, ഒന്ന് സംസാരിക്കാൻ അവസരം താടി. എന്തായാലും മനുവിൻ്റെ കോൾ കാരണം അരുന്ധതിയുടെ അടുത്തു നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ ആരെന്ന് നോക്കാതെ സംസാരിച്ചുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ മനു ആയതുകൊണ്ട് തന്നെ 2 ദിവസം അവൻ വിളിക്കാതെ നടന്നതിനുള്ള പണിയൊട്ട് കൊടുക്കുകയും ചെയ്യാം. അതെല്ലാം കരുതി കൂട്ടി ശിവ ഒരു ഡയലോഗ് അങ്ങ് വച്ചു കാച്ചി. പോടാന്നറി വെച്ചിട്ട് മേലിൽ നിന്നെ വിളിച്ചു പോകരുത്. ഒപ്പം ഫോണും അവൾ കട്ട് ചെയ്തു. അല്ല പിന്നെ ഈ 2 ദിവസം എത്ര തവണ അവനെ വിളിച്ചു, മെസ്സേജ് ചെയ്തു, മെയിൽ ചെയ്തു, ഏതെങ്കിലും നോക്കിയോ അവൻ? ഫോൺ പോയാൽ വേറെ ഓപ്ഷൻ ഇല്ലേ അവന്? അവിടെ ഇരിക്കട്ടെ, പൊന്നു പോലും പൊന്നല്ല വെള്ളി. മനുവിനോടെന്നുള്ള പ്രതിഷേധമെന്ന പോലെ ചവിട്ടി കുലുക്കി ശിവ തൻ്റെ റൂമിലേക്ക് തന്നെ വച്ചു പിടിച്ചു. പിന്നെയും ഫോൺ റിങ് ആകുന്നുണ്ട്. അവൾ ഫോണിലേക്ക് നോക്കി ഒന്ന് തലയ്ക്കടിച്ചു പോയി. ഇത് മനുവിൻ്റെ സ്ഥിരം സ്വഭാവമാണ്. ഇനിയിപ്പോൾ എടുക്കുന്നതുവരെയും മെസ്സേജും കോളും ഇങ്ങനെ വന്നുകൊണ്ടേ തന്നെ ഇരിക്കും. ഒരു സമാധാനം തരില്ല മാങ്ങാത്തലേ. അവളൊന്ന് ഞൊടിഞ്ഞുപോയി. വീണ്ടും റിങ്ങിങ് ആവുന്നുണ്ട്. ഇത്തവണ ഓഡിയോ കോളൊക്കെ മതിയാക്കി വീഡിയോ കോൾ ആക്കിയിട്ടുണ്ട്. നേരെ കട്ടിലേക്ക് കയറി കിടന്നവൾ ഒപ്പം ഒരു തലയിണ എടുത്തുയർത്തി വെച്ചുകൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് സ്റ്റൈലിൽ ചാരിയും ഇരുന്നു. ഫോൺ നേരെ അങ്ങ് പിടിച്ചു. ഒപ്പം 32 പല്ലും വെളിയിൽ കാണത്തക്ക വിധത്തിലൊന്ന് ചിരിച്ചുകൊണ്ട് കോള് അറ്റൻഡ് ചെയ്തു. ഇനിയിപ്പോൾ 32 ഇല്ലേലും ഉള്ളത് വച്ചവൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തോട്ടെന്നെ. ആഹാ, എന്താ ഒരു ഭംഗി! മോൻ നല്ല ഐശ്വര്യമായി ഏതോ കുളത്തിൻ്റെ കരയിൽ നെഞ്ചു വിരിച്ച് നിൽക്കുക. തെണ്ടി, നാണവുമില്ല. ഇതിപ്പോ അവനെ പുച്ഛിക്കാൻ പോയിട്ട് നമ്മൾ ശശിയായ ലക്ഷണമാണ്. വിട്ടൊന്നും കൊടുക്കില്ല. ഐ ഹേറ്റ് യു. കോൾ എടുത്ത ഉടനെ തന്നെ അടിച്ചങ്ങ് വിട്ടു. ബട്ട് ഐ ലവ് യു ചെല്ലോ. തിരികെ മനുവോ അവൻ്റെ സ്റ്റൈലൻ ചിരിയിൽ പറയുകയാണ്. ഇത്തവണ ശിവയുടെ കിളിയ ശരിക്കും പാറിയത്. ലവ് യു എന്ന് കേട്ട് കണ്ണൊക്കെ തള്ളി നോക്കുമ്പോൾ ചെക്കൻ കുസൃതി ചിരിയോടെ തന്നെ നിൽക്കുന്നുണ്ട്. പട്ടി തെണ്ടി അലവലാതി അവൻ്റെ ഒരു ഐ ലവ് യു. എന്തടി ശിവദക്ഷിണ ശിവദാസേ, തീരെ അനുസരണയില്ല അല്ലേ? ചെറുക്കൻ്റെ കുറുമ്പ് പിടിച്ച സംസാരം. ഇല്ലടാ, നീ എന്തോ ചെയ്യും? അവൻ്റെ കുറുമ്പ് ചിരിയോടെ മനു പറയുന്നത് കേൾക്കെ ശിവ തെല്ലൊരു പുച്ഛത്തിൽ അവനോട് പറഞ്ഞു, അയ്യോടാ ഉണക്ക കാമദേവ, നിന്നെയൊക്കെ പ്രേമിക്കാൻ നടക്കുന്നതിനെയൊക്കെ വട്ടത്തികൾ എന്നാ പറയണ്ടേ? ലോകത്തെങ്ങും ആൺപിള്ളേരില്ലാത്ത പോലെ അവൻ്റെ പിന്നാലെ കുറേ എണ്ണം അങ്ങനെ കെട്ടിയൊരുങ്ങി വരുന്നേ. ശിവയുടെ കളിയാക്കൽ കേൾക്കെ മനുവിനും ചിരി വരുന്നുണ്ട്. എങ്കിലും അവൻ പറഞ്ഞു, കിട്ടാത്ത മുന്തിരി പുളിക്കുമെടി. നീ ആ ഇന്ദ്രൻസിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടന്നു. അവസാനം വല്ല കാശിക്കോ രാമേശ്വരത്തോ കൊണ്ടുപോയി ഞാൻ ഭജന ഇരുത്തിക്കോളാം. ഞാനും എൻ്റെ ഒരു വണ്ടി പിള്ളേരും കൂടെ വന്ന നിനക്കപ്പോ സെൻഡ് ഓഫ് ഒക്കെ തരാൻ പോണേ. മനു പറയുന്നത് കേൾക്കെ ശിവ അതേയെന്ന പോലെ തലയാട്ടി കൊടുക്കുന്നുണ്ട്. ഒപ്പം പറഞ്ഞു, അത് ശരിയാടാ. നിന്റെ ഈ ആക്രാന്തം വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കാൻ നീ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ മതിയടാ. അതോടെ മനുവിൻ്റെ മുഖം ആകെ ചമ്മിയ പോലെയായി. ഒപ്പം അവൻ പറഞ്ഞു, പൊടി, വല്ല എയ്ഡ്സും വരും, സേഫാ മുഖ്യം. അതോടെ ശിവയും ചിരിച്ചുപോയി. അതൊക്കെ പോട്ടേടാ, എവിടായിരുന്നു നീ? ഇതെന്താ തുണിയൊക്കെ ഇല്ലാതെ ഒരു ഷോ ഓഫ്? ശിവ അങ്ങനെ പറഞ്ഞത് കേൾക്കെ അവൻ തൻ്റെ ദേഹമാകെ ഒന്ന് നോക്കി. ബനിയനൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ബെർമുട അങ്ങനെ തിളങ്ങി നിൽപ്പുണ്ട്. തുണിയുണ്ടടി, നോക്ക് നോക്ക്, നല്ല ബ്ലാക്ക് ബെർമുട. ചേറ്റേ, ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് എങ്ങനെയാണോടാ ബിഹേവ് ചെയ്യുന്നത്?
പോയി തുണിയെടുക്കടാ തിണ്ടി. ഒരു കൈയാൽ ഫോണിനെയും മറുകൈയാൽ ബർമുഡയുടെ തുമ്പിലും പിടിച്ചുകൊണ്ട് ശിവയെ കാണിക്കാൻ തക്ക വിധത്തിൽ ഇളക്കി കളിക്കുന്നവനെ കാണുകെ ശിവ ഒന്ന് ചാടിയതാണ്. എന്നാൽ മനുവിലോ അതൊന്നും ഏശിയ ഭാവം പോലുമില്ല. സുന്ദരിയോ എവിടെ? എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിന് വല്ലതും സംഭവിച്ചു? ഈശ്വര, എൻ്റെ സ്ക്രീനിൽ ഈ അളിഞ്ഞ മൂന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങുമില്ലാത്ത എക്സ്പ്രഷനൊക്കെ വരുത്തി മനു വീണ്ടും ശിവയെ കളിയാക്കുന്നത് കാണുകെ അവളുടെ മുഖം ആകെ പരിഭവം കൊണ്ട് വീർത്തു. ഡാഡാ ഊതല്ലേ, ഞാനേ അല്ലാതെ തന്നെ വെറി പിടിച്ചിട്ടിരിക്കുക. എവിടെയായിരുന്നടാ പട്ടി നീ? എത്ര കോൾസ്, മെസ്സേജ്, മെയില് ഒക്കെ ഞാൻ ചെയ്തു. ഒന്നിനെങ്കിലും നീ മറുപടി തന്നുപോ. ഏവളുടെ പിന്നാലെ പോയിരിക്കുമായിരുന്നു. ഒരു ശിവ പോലും ഇപ്പൊ വന്നേക്കുവാ അവൻ. ആകെ പരിഭവത്തിലും സങ്കടത്തിലും ശിവ പറയുന്നത് കാണുകെ മനുവ് കുറുമ്പൊക്കെ അവസാനിപ്പിച്ചു. ഒപ്പം അവളെ സമാധാനിപ്പിക്കാനെന്ന പോലെ പതിയെ പറഞ്ഞു, എടാ അത് പിന്നെ ചെറിയൊരു പാളിച്ച പറ്റിയടാ. ഞാനതൊക്കെ അങ്ങ് വന്നിട്ട് നിനക്ക് വിശദമായി തന്നെ പറഞ്ഞു തരാം. ഫോണിൽ കൂടെ ആയാൽ ശരിയാകില്ല, അറിയാലോ എൻ്റെ അവസ്ഥ. അതോടെ അതിനെ അംഗീകരിച്ചെന്ന പോലെ ശിവയും പതിയെ തലയാട്ടി. ഒപ്പം ചെറിയൊരു നെറ്റിചുളുക്കലോടെ ചോദിച്ചു, അതെ നാളെ ഇപ്പോൾ ഉറപ്പിച്ചോ? ദ ഗ്രേറ്റ് ആദിത്യശങ്കർ തന്ന ജോബ് ഓഫർ അനിയൻ മനുജിത്ത് അക്സെപ്റ്റ് ചെയ്തുവോ?